ഹായ്, മാരി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിച്ച് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമായ ബൈസൺ കാലമാട് എന്ന ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയില് അപ്ലാസ് എന്റർടൈൻമെന്റിന്റെയും നീലം സ്റ്റുഡിയോസിന്റെയും കീഴിൽ സമീർ നായർ, ദീപക് സിഗാൾ, പാ രഞ്ജിത്ത്, അതിഥി ആനന്ദ് എന്നിവരും ഈ സിനിമയുടെ നിർമ്മാണത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുകൂടിയുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചവർ ധ്രുവ് വിക്രം, അനുപമ പരമേശ്വരൻ, രജീഷ വിജയൻ, പശുപതി, അമീർ സുൽത്താൻ, ലാൽ എന്നിവരും ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അടിപൊളിയായിട്ട്, അതായത് ഈ പറയുന്ന ധ്രുവ് ആണെങ്കിലും പശുപതി ആണെങ്കിലും അനുപമ, അല്ലെങ്കിൽ അജീഷ, ലാല്, പിന്നെ നമ്മുടെ അമീർ സുൽത്താൻ, ഇവരൊക്കെ അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാഗാണ്. അതായത് ഭയങ്കര സ്ലോവിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കുറച്ച് സമയത്ത് നമ്മൾ വിചാരിക്കും ഒന്നുകൂടെ ഒരു ലാഷൂടെ ഒന്ന് മൂവിങ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്ന് തോന്നുന്ന കുറെ സീക്വൻസുകളൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു ഗ്രാമപ്രദേശം അവിടെ ഉണ്ടാവുന്ന ഒരു റിവെഞ്ച്, അതായത് ഈ പഴയ ആൾക്കാരുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ജാതി അങ്ങനെ പറയുന്ന രീതിയിലുള്ള ജാതി വ്യവസ്ഥ, അല്ലെങ്കിൽ വലിയവൻ ചെറിയവൻ, അല്ലെങ്കിൽ നീ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുടെ ഇടയിലോട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ അമീർ സുൽത്താൻ്റെത്. അമീർ സുൽത്താൻ വന്നിട്ട് അവിടെ എല്ലാവർക്കും നമ്മളിപ്പോ പറയില്ലേ, നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യണം, അതായത് നിനക്ക് കൂടി ഉള്ളതാണ് എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ ഇടയിലോട്ട്, അതായത് ജനങ്ങളുടെ ഇടയിലോട്ട് വന്ന് അവർക്കും ഒരു ഫ്രീഡം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ അമീർ സുൽത്താൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോ ഇവനാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അതിനെല്ലാം ക്ലിയർ ചെയ്ത് നാട്ടുകാർക്ക് നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ഒരു ആളെ കൊല്ലേണ്ട ഒരു അവസ്ഥ വരുന്നത്. അതായത് നമ്മുടെ അമീർ സുൽത്താൻ ഒരാളെ കൊല്ലുന്നുണ്ട്. ആ ആള് നമ്മുടെ ലാല് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അളിയനായിരുന്നു. പിന്നെ അതിനുശേഷം ഇവർ തമ്മിലൊരു അതായത് ഒരേ നാട്ടിൽ തന്നെ രണ്ട് പാർട്ടി എന്ന് പറയുന്ന രീതിയിൽ രണ്ട് ശത്രുക്കളാവുകയാണ്. അതായത് ആ ഒരു റിവെഞ്ച് പിന്നീട് ജനങ്ങളിലോട്ടും വരികയാണ്. നീ ഇന്ന പാർട്ടി, അതായത് ഒരു ടീമിൽ ആലിൻ്റെത്, ഒരു ടീം നമ്മുടെ അമീർ സുൽത്താൻ്റെത്. ആ ഒരു ഇതിലിടയിലൂടെ തന്നെയാണ് അടുത്ത കഥയും പോകുന്നത്. അതായത് പാർട്ടിയും ജാതി വ്യവസ്ഥയും വൈരാഗ്യം എല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിലിടയിൽ കൂടെ തന്നെ നമ്മുടെ ധ്രുവിന്റെ കഥാപാത്രം വരുന്നത്. ധ്രുവ് ആണെങ്കിൽ ഈ കബഡിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷനുള്ള ഒരു ആളാണ് നമ്മുടെ ധ്രുവ് വിക്രം. അപ്പോ ഇവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവൻ അതിലോട്ട് വിടാനൊരു മടിയുണ്ട്, പക്ഷെ ഇവനത് ചെയ്യാനോട് ഇഷ്ടവും കൂടിയാണ്. അങ്ങനെ ഇവൻ ഈ ഒരു കബഡിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ തരം താഴ്ത്തൽ എന്ന് പറഞ്ഞാൽ നീ ഇന്ന ജാതിയിലാണ്, അല്ലെങ്കിൽ നീ ഇന്ന ഇതിലുള്ള ആൾക്കാരല്ല, അതുകൊണ്ട് ഒരു തരം താഴ്ത്തലൊക്കെ ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഒരുപാട് പാർട്ടിയും തരം താഴ്ത്തലും അതേപോലെ റിവെഞ്ചും അതേപോലെ കുറെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പോകുന്നുണ്ട്. അതിലൂടെ തന്നെയാണ് ഇവന്റെ ഈ ഒരു കബഡിയോടുള്ള ഒരു പ്രേമവും കബഡിക്ക് വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളും പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ഓരോ ഇമോഷണൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ സിനിമയുടെ ഈ ഒരു പോക്ക് അത് കുറച്ച് സ്ലോ ആയിപ്പോയി. അതാണ് ഏറ്റവും പലർക്കും ഈ സിനിമ ബോറടിക്കാനുള്ള ഒരു ചാൻസ് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര മെല്ലെയാണ് പോകുന്നത്. പക്ഷെ അത് നമ്മൾ ശരിക്കും ആ സിനിമ കണ്ടിരുന്നതൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത് അത്രയും സ്ലോ ആണ് എന്നുള്ളത് തോന്നൂല. കാരണം ആ കഥ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. സ്പീഡാക്കി കഴിഞ്ഞാൽ ചില സീനുകളൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം ആ രീതിയിൽ നമ്മൾ ഇടയ്ക്ക് ഓരോ ഷോട്ട് കട്ടായിട്ട് പോകുന്നുണ്ട്. ആ കട്ടാവുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പടം അത്, കുറെ നേരമായിട്ട് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഒരു ഫീൽ തോന്നും. പക്ഷെ പടം നല്ല രസമാണ്. ഇതൊരു ട്രൂ സ്റ്റോറി ആവുന്ന രീതിയിലാണ്, അതായത് ഒരു ട്രൂ സ്റ്റോറി ഇതിനുണ്ട് എന്നുള്ള രീതിയിലാണ് പടം എൻഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഈ ഒരു സിനിമ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ മാരി സെൽവരാജ് എടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് തരം താഴ്ത്തി പോയത്, അല്ലെങ്കിൽ വേറെ രീതിയിലോട്ട് ആരും വിജയിപ്പിക്കാതെ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിൽ കുറെ ജാതി വ്യവസ്ഥയും അതേപോലെ വൈരാഗ്യം കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ, പിന്നെ ഇതിലുള്ള ആക്ഷൻസ് സീനുകളൊക്കെ ഉണ്ട്. ഈ
വെടുപ്പാക്കുന്ന കുറെ സീനുകളുണ്ട് ഇതിൽ. പക്ഷെ ആ വെടുപ്പാക്കുന്ന സീനുകളാണെങ്കിലും ആ ഒരു സീന് കഴിയുമ്പോൾ ശരിക്കും ഒരു കൊലപാതകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറെ നമ്മളിപ്പോ വെട്ടി കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ തെറിച്ച് കിടക്കുന്നതും ബ്ലഡിൻ്റെതും എല്ലായിടത്തും അത് പിന്നെ തന്നെ ഓരോ സീക്വൻസും ഇപ്പൊ പാടത്തൊക്കെ വെച്ചിട്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ പോലും ഇവരുടെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ പറന്നു പോകുന്ന ആ ഒരു ടൈപ്പ് ഒന്നല്ല. നല്ല നാടനായിട്ടുള്ള ഇടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. അതുപോലെ തന്നെ ഇതിലെ ഓരോ സോങ്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മുടെ ഇവന്റെ ഒരു സോങ് ഉണ്ട്, വേടന്റെ ഒരു സോങ് ഉണ്ട്, അതും കേൾക്കാനും നല്ല രസമുണ്ട്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഥ ഏറ്റവും താഴത്തെ നിലയിലുള്ള ഒരാള് ഒരു മുകളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ, അതായത് ജനങ്ങൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സംഭവമായി മാറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ തരം താഴ്ത്തും. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് വരുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അതുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു താഴ്ന്നതിലുള്ള ആളെ മുന്നോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ പോലും അവരെങ്ങനെയെങ്കിലും വീണ്ടും താഴോട്ടിട്ടിട്ട് അടുത്ത ആളെ കയറ്റിയിടാം എന്നുള്ള രീതിയിലൊക്കെയാണ് പലയിടത്തും നടക്കുന്നത്. അതിപ്പോഴും ആ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു നൈസ് നല്ലൊരു സിനിമയാണ് ഇതും. കാരണം ഇവൻ അതിൽ നിന്നും ആ ഒരു കബഡി ടീമില് കളിച്ച് ലാസ്റ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കബഡി കളിക്കുന്നുണ്ട്. അതിൽ അവൻ ജയിക്കുന്നുണ്ട്. അങ്ങനെ അവനൊരു പുരസ്കാരമൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഏറ്റവും താഴത്തുള്ള ആൾക്കാരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് വീണ്ടും താഴോട്ട് വരുന്നത്. താഴോട്ട് വരാൻ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടാവും. പക്ഷെ മേലോട്ട് വരെ 1-2 ആൾക്കാർ ഉണ്ടാവുള്ളൂ. ആ 1-2 ആൾക്കാർ മതി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ ശ്രമിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് സിനിമ എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടിൽ സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നോർമലി നമുക്ക് ആ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു 2.25 മണിക്കൂറിന്റെ അടുത്തോളം 2.5 മണിക്കൂറിന്റെ അടുത്തോളം ഈ സിനിമ ഉണ്ട്. കുറച്ച് ലാഗ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സിനിമ കാണാത്തതുണ്ടെങ്കിൽ ഒരു 1 ടൈം ഷുവർ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. കാരണം എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സിനിമ കണ്ടോളൂ. കാണാത്തവര് വേഗം തന്നെ കാണാം. ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് കാണാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷുവറായിട്ട് ഈ സിനിമ കാണുന്നതോട് ഒരു കുഴപ്പമില്ല. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടതിന്റെ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.